എന്താണ് ചേട്ടാ ഇന്നലെ ഇവിടെ അറിഞ്ഞിവിടെ എത്തിയിരുന്നാണോ അതോ? അല്ല, ഞങ്ങൾ ഇപ്പോഴേ അറിഞ്ഞിട്ട് വരുന്നത്. ഇന്നലെ ഇപ്പോൾ രാവിലെ TV കണ്ടപ്പോഴാണ് അറിയുന്നത്, റിപ്പോർട്ട് ചാനൽ കണ്ടപ്പോഴാണ് ഇത് അറിയുന്നത്. അങ്ങനെ ഓടിച്ചോണ്ട് വന്നത്. സംഭവം നമ്മളത് കണ്ടില്ലല്ലോ. എപ്പോഴും അറിയാവുന്ന ആളുകളാണ് ഇവരെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. ഇപ്പോഴാണ് അറിയുന്നത്. അടുത്തിടെ താമസിക്കാൻ വന്നേ അവര്. ഇത് തന്നെയാണ് ആളുകൾക്ക് ഇവരെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. ഇവർ ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളാണെന്നാണ് പലരും പറയുന്നത്. അങ്ങനെ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സ്ഥിരമായിരുന്നു എന്നും ആളുകൾ പറയുന്നുണ്ട്. അയൽവാസികളായ ചില സ്ത്രീകളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ചോദിക്കാം, ഈ അർച്ചനയെ നേരത്തെ അറിയാവുന്ന ആളാണോ അതോ ഇവർ താമസമായിട്ടുണ്ട്? 3 വർഷമായി. അതുകൊണ്ട് അന്നേരം ഇതിലെ ഞങ്ങളുടെ വീട് ഇച്ചിരി അപ്പുറത്താ. അതിൽ പോകുന്നതും വരുന്നതും ഒക്കെ കാണുന്നതേ ഉള്ളൂ. അല്ല, കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു. ഹോം നേഴ്സായിട്ട് എവിടെയോ ജോലിക്ക് പോയിരുന്നു അർച്ചന. പിന്നെ അവക്കുള്ള ഭർത്താവൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഈ വീട് വെച്ചപ്പം ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് കയറി സാമ്പിളൊക്കെ നോക്കി അടുക്കളയൊക്കെ എങ്ങനെ അയച്ചിന്ന് കാണട്ടെ, അതുപോലെ എനിക്കും വിൽക്കാനാന്ന് പറഞ്ഞൊക്കെ ആദ്യത്തെ ഭർത്താവ്. അപ്പോൾ ഈ മരിച്ച ചെറുക്കനല്ല, വേറെ ഒരാളായിരുന്നു. ശിവകൃഷ്ണനുമായിട്ട് താമസം തുടങ്ങിയിട്ട് എത്ര നാളായി? അതൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ താമസിക്കുമ്പോൾ അർച്ചനയുടെ ആദ്യ ഭർത്താവിനൊപ്പമായിരുന്നു വീട് താമസം. ബാക്കിലൊരു ഷെഡ് വെച്ചാൽ അവരിവിടെ താമസം തുടങ്ങിയത്. പിന്നെ ഈ പഞ്ചായത്തിൻ്റെ വീടൊക്കെ കിട്ടിയത്. പിന്നെ വീടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അവർ താമസമായിട്ട് അതിന് വേണ്ടി നാളായില്ല. ഇതിനകത്ത് താമസമായിട്ട് അതിന് വേണ്ടി നാളായില്ല. അർച്ചന പിണങ്ങി പോയിട്ട് 6 മാസമായെന്ന് പറയുന്നു. അർച്ചന നിങ്ങളുമായിട്ടൊക്കെ സഹകരണമുള്ള പ്രത്യേകിച്ച് വലിയ അടുപ്പമൊന്നുമില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന കാണുമ്പം മിണ്ടും. പിന്നെ ഞങ്ങൾ പാല് കാച്ച് പറഞ്ഞ് അന്നേരം ഈ അർച്ചനയും ഭർത്താവും ഒക്കെ വീട്ടിൽ വന്ന് അങ്ങനെയൊക്കെയുള്ള സഹകരണമേ ഉള്ളൂ. നമ്മൾ നേരം വെളുത്ത് ജോലിക്ക് പോവും, അവർ അവരുടെ ജോലിക്ക് പോവും. പിന്നെ നമുക്ക് പെട്ടെന്ന് കാണാനും എടുക്കാനൊന്നും ഉള്ള സമയം കിട്ടത്തില്ല. കൃഷ്ണനെ പറ്റി അറിയാവുന്ന ഒരു വിവരവും ഇല്ല. ഒന്നും അറിയാൻ വയ്യ. ഇങ്ങനെ കാണാറുണ്ടോ? ഇവിടെ വന്ന് ഇതിലെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാം. ഇന്നലെ ഉച്ചയ്ക്കും ഇങ്ങോട്ട് കയറി പോരുന്നത് ഞാൻ കണ്ടു. വേറെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ആ ഒരു പെൺകൊച്ചെന്ന് പറഞ്ഞാൽ അത് സംസാരിക്കുന്നതൊന്നും മലയാളമല്ല, ബംഗാളി. ബാക്കിലൊരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനോട് തിരിഞ്ഞ് നിന്ന് ഹിന്ദിയിലാണ് സംസാരിക്കും, ബംഗാളി ഭാഷയിൽ. അന്നേരം ഞാൻ പറഞ്ഞത് എന്തൊക്കെ അപ്പുറത്തെ വീട്ടിൽ ഞാനും ഒക്കെ സംസാരിച്ച് ഞാൻ പറയുന്നത് എന്തൊക്കെ അവൾ ബംഗാളി ഭാഷയൊക്കെ പറയുന്നത്. അന്നേരം ഈ പുറകെ വന്ന പെൺകൊച്ചിന് മനസ്സിലായി, ഞങ്ങൾ പറയുന്നത് ആ കൊച്ചിന് മനസ്സിലായി. ഇവൾ ഒന്നും അനങ്ങാതിഞ്ഞ് പോരുന്നു. അങ്ങനെ ഒരു പെണ്ണും ചെറുക്കനുമായിട്ട് ഇന്നലെ ഉച്ചയ്ക്കും ഇങ്ങോട്ട് കയറിപ്പോരുന്നു. ചോദിക്കുമ്പോൾ പറഞ്ഞ മക്കളെ ആങ്ങളെയാന്നൊക്കെയാ പറയുന്നത്, നമുക്കറിയത്തില്ലല്ലോ. ആങ്ങളെയാന്നാ പറയുന്നത്. ഇവിടെ താമസം ഇയാൾ ഒരുമിച്ചായിരുന്നു? ഇപ്പം 2-3 മാസം കൊണ്ട് ഇവിടെ ഉണ്ട്. ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലോ നമുക്ക് അറിയത്തില്ലല്ലോ. ഇയാൾ മദ്യപിച്ചിട്ട് ആണോ വരാറുള്ളത്? ഈശ്വരനെ കാണുമ്പോൾ അല്ല, നടന്ന് വരുമ്പോഴൊന്നും നമുക്ക് നോർമലായിട്ടാണ് വരുന്നതൊന്നും കാണാൻ. അങ്ങനെയുള്ള മദ്യപിച്ചിട്ടോ ഒരാളോട് അനാവശ്യങ്ങൾ പറഞ്ഞ് അങ്ങനെയൊന്നുള്ള ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ല. എവളും അങ്ങനെ തന്നെ. ഒരുപാട് അവിടെ ആ പഞ്ചായത്ത് കണ്ടിൽ നിന്നായിരുന്നു ഇവർ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ വെള്ളമില്ല, പിന്നെ ഇവർ കുഴിപ്പിച്ചപ്പോൾ ഇത് ഈ വെള്ളമായത്. അന്നേരം വെള്ളം എടുക്കാനൊക്കെ വരുമ്പോൾ പഞ്ചായത്ത് കണ്ടി വെള്ളം കുറവാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഏതായാലും ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.